ഇത് കണ്ടില്ലേ, നമ്മൾ കോവപ്പടക്കം എന്നൊക്കെ പറയുന്ന സാധനം, ഇതൊക്കെ കേരളത്തിലേക്ക് വരാൻ വേണ്ടി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പൊട്ടിത്തെറി ഉണ്ടായത്. ചത്രംപെട്ടിയിൽ കഴിഞ്ഞ ദിവസം ഒരു പൊട്ടിത്തെറി ഉണ്ടായി പടക്ക നിർമ്മാണശാലയിൽ. നമ്മൾ ഈ കാണുന്ന കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. ആകെ പൊട്ടിത്തെറിച്ചു പോയിരിക്കുന്നു. എല്ലാവരും രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ചെറിയ സഞ്ചിയിൽ ഭക്ഷണവുമായിട്ടാണ് വരിക. അത്തരം സഞ്ചികളും അതിലെ പാത്രവും പാത്രത്തിന് അകത്തെ ഭക്ഷണവും ചിതറിത്തെറിച്ച് കിടക്കുന്നത് നമുക്ക് കാണാം. പാവപ്പെട്ട മനുഷ്യർ ജീവിക്കാൻ വേണ്ടി വരുന്ന സ്ഥലം, പക്ഷേ യാതൊരു സുരക്ഷയും അവർക്ക് ഉറപ്പാക്കാൻ ഈ നടത്തിപ്പുകാർ തയ്യാറാവുന്നില്ല എന്നതാണ് പ്രശ്നം. അതിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. நாங்க 8 வருஷமா வேலை பார்க்கேன். ஒரு நாள் வேலை பார்த்தா எவ்வளோ காசு கிடைக்கும்? எனக்கு வேலை பார்த்தா 400 ரூபா 300 ரூபா கிடைக்கும். காலையில் எப்போ வரும்? காலையில் நாங்கள் 9 மணிக்கு வருவோம். സായങ്കാലം 6 മണിക്ക് പോയിടും. ആമാ. ഇങ്ങനെ ഓരോ മുറികളിലുമാണ് പടക്കം അവർ നിർമ്മിക്കുന്നത്. സുരക്ഷയ്ക്ക് വേണ്ടി എന്നാണ് പറയുന്നത്. പക്ഷേ ഒരിടത്ത് പൊട്ടിത്തെറി ഉണ്ടായാൽ എല്ലായിടത്തും അതിൻ്റെ കുഴപ്പം സംഭവിക്കും എന്ന് ഇവിടെ നടന്ന പൊട്ടിത്തെറി കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ഒരാൾ മരണപ്പെട്ടു, 9 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. പരിക്കേറ്റവരിൽ 15 വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട്. അതായത് ബാലവേല പോലും ഈ സ്ഥലത്ത് നടക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് ആവേശം, തിരഞ്ഞെടുപ്പ് ആഘോഷമൊക്കെ തമിഴ്നാട്ടിലുണ്ട് എങ്കിലും ഈ പാവപ്പെട്ട മനുഷ്യരുടെ അവകാശങ്ങൾക്ക് ആരും വില കൽപ്പിക്കുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.